ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിന് ഫുൾ സ്കോർ നേടി നമ്മൾ റേസ് ചെയ്യിക്കേണ്ട ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ശ്രീലക്ഷ്മിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. വാ. ഹായ്. കൺഗ്രാറ്റ്സ്. സോ ചില്ലറക്കാരിൽ നമ്മളെ ഫുൾ സ്കോറാണ് നിൽക്കുന്നത്, നമ്മുടെ ശ്രീലക്ഷ്മിയാണ് നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് തന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയൊക്കെയായിരുന്നു? പ്രിപ്പറേഷൻസ് ഞാൻ ഡൗട്ട്സ് ഒക്കെ ഉള്ള അപ്പം തന്നെ ക്ലിയർ ഒക്കെ ചെയ്ത്, പക്ഷേ ഡെയിലി ഒന്നും പഠിക്കില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കും. പിന്നെ റേസിൻ്റെ ഡൗട്ടൊക്കെ എന്തെങ്കിലും സാർമാരോടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പിന്നെ ഞാൻ സ്വന്തമായിട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ റേസിന് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെ പഠിക്കും. അപ്പോൾ നമ്മുടെ റേസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ തനിക്ക് ഏറ്റവും നല്ല കിട്ടിയ സപ്പോർട്ട് എന്തായിരുന്നു? എടുത്തു പറയേണ്ടത് അവിടുത്തെ മെറ്റീരിയൽ തന്നെയാണ്. അത് NCERT എല്ലാ കാര്യങ്ങളും മെറ്റീരിയലും ഉണ്ട്. കുറച്ചുകൂടി ഷോർട്ട് ആക്കിയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ, പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മെറ്റീരിയൽ. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതി, പിന്നെ വർക്ക് ബുക്ക് ഒക്കെ തരും. നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ 1200 വാങ്ങാനുള്ള ആ ഒരു സ്വപ്നമല്ലേ, അത് സിമ്പിളായിരുന്നു? സിമ്പിളായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സബ്ജക്ട്സും കെമിസ്ട്രിയൊക്കെ പഠിക്കാൻ നല്ല താല്പര്യമുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട്, ഇഷ്ടപ്പെട്ട് പഠിച്ചതിനെ കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എഞ്ചിനീയറിംഗ് ആണ് നോക്കുന്നത്. JEE ഒക്കെ എഴുതിയിരുന്നു. കുഴപ്പമില്ലായിരുന്നു. അതും റേസിന്റെ സപ്പോർട്ട് തന്നെയാണ്. അതിന്റെ ആ ഒരു ചെറിയൊരു കോച്ചിങ് കൂടെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളെ മെറ്റീരിയൽസിൽ അതിനെ പറ്റിയുള്ള JEEന്റെ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. പിന്നെ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന വർക്ക് ബുക്ക് ഒക്കെ തരും. അപ്പോൾ അതും നല്ല യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ എല്ലാ സപ്പോർട്ടും നമ്മളെ റേസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അല്ലേ? കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യം. എല്ലാ ബോർഡ് എക്സാം ആണെങ്കിലും എൻട്രൻസ് ആണെങ്കിലും. ഇനി ഞാൻ കീം നോക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന കീം എഴുതുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ റേസ് ചെയ്യേണ്ട മുന്നോട്ടേക്കുള്ള അല്ലെങ്കിൽ +2 ഇനി എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എന്ത് ടിപ്സാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? മെയിനായിട്ട് NCERT തന്നെയാണ് നോക്കേണ്ടത്. അതിലുള്ളതേ ചോദിക്കുള്ളൂ. പിന്നെ റേസിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നോക്കുക. എടുത്തതൊക്കെ ഡെയിലി പഠിക്കാൻ മാക്സിമം കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒക്കെ മാക്സിമം നോക്കുക. പിന്നെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാൻ. അതെ, അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുക. പിന്നെ സ്വന്തമായിട്ട് ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുക. അത് റിവിഷനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഷോർട്ട് നോട്ടുകളായിരിക്കും. അതെ. എങ്ങനെയാണ് എഞ്ചിനീയർ ആവണമെന്നൊരു മോഹം മനസ്സിൽ വന്നത്? എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഇൻസ്പിറേഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും? ഇൻസ്പിറേഷൻ അങ്ങനെയൊന്നുമില്ല. എനിക്ക് അതിനോട് താല്പര്യമുള്ളതിനെ കൊണ്ട് ഞാൻ അത് ചൂസ് ചെയ്തു. ഈ ഒരു വിജയത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്താൽ ഫാമിലി തന്നെയാണ്. ഫുൾ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തതിനും. പിന്നെ ഫ്രണ്ട്സും ഉണ്ട്. ഫ്രണ്ട്സൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോളുടെ ഈ അച്ചീവിനെ കുറിച്ച് എന്താണ് അച്ഛനമ്മയ്ക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും അവൾ എന്താ പറയുക, അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല, ഒരു ഫോഴ്സോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് പഠിച്ച് ഉണ്ടാക്കിയതാണ് ആ റിസൾട്ട്. പിന്നെ അമ്മ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഫീൽഡ് അതാവുകൊണ്ട് ഞാൻ എന്താ പറയുക, ബാക്കിയുള്ള സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുക എന്നല്ലാതെ ആ ബാക്കിയുള്ള പഠനത്തിൻ്റെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ അങ്ങനെയുള്ളതൊക്കെ അവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അമ്മയൊരു ടീച്ചറാണല്ലേ, എന്താണ് മോളുടെ ഈ വിജയത്തിനെ കുറിച്ച് പറയാനുള്ളത്? അവള് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ചും അവളുടെ സ്കൂളിൽ നിന്നും അതുപോലെ റേസിൽ നിന്നും വളരെ നല്ല സപ്പോർട്ട് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ സപ്പോർട്ടും പിന്നെ അവളുടെ ഹാർഡ് വർക്കും എല്ലാം കൂടി കൂടി ചേർന്നപ്പോൾ വലിയ വിജയമായിട്ട്. വലിയ വിജയമായിട്ട്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.